ഇവിടെ എത്തിയപ്പോത്തിന് വിശക്കാൻ തുടങ്ങി. അപ്പോത്തിന് ഇവിടെ നിന്നൊരു ചായയും വടയൊക്കെ തിന്ന് നമ്മൾ ആദ്യം പോയത് ആ ലുലു മാളിലാണ്. എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വെച്ചില്ല, കാരണം ഐസിനെടുത്ത് നടക്കുന്ന കാരണം. ഇവിടെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലൈവ് ഇട്ടിരുന്നു. അപ്പോൾ ഒരുവിധം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അധികം ഈ ഫുഡും കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിലാണ് പങ്കുവെച്ചിരുന്നത്. അപ്പോൾ അതൊന്നും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിതാ കുട്ടികളൊക്കെ ഇങ്ങനത്തെ വണ്ടിയിലും ഇതിലൊക്കെ കയറി കളിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞ് കുറേ നടന്ന് കാണാനുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് പുറത്താണെങ്കിൽ വെയിലും ഇതിൻ്റെ ഉള്ളിൽ എ സി അല്ലേ. അപ്പോൾ ഒരു 3 മണി വരെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ തിരിച്ച് ഞങ്ങൾ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. പിന്നെ തീരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, അവിടുത്തെ തിരക്കൊക്കെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയണതായിരിക്കും. അങ്ങനെ പിന്നെ ഐസിയാണെങ്കിൽ ഭയങ്കര ക്ഷീണിക്കും ചെയ്തിരുന്നു. നടന്നത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല, ആ കണ്ട് ചിരിക്കുന്നതാണ് എൻ്റെ അമ്മമ്മ. അങ്ങനെ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. രാവിലെ വരുന്നതിൽ അപ്പുറമായിരുന്നു കാല് കുത്താനെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നത്, കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായില്ല. പക്ഷെ ഞാൻ എപ്പോഴും ലക്കിയാണ്, എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ കോഴിക്കോട് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.